ഹലോ. അതെ, നമ്മുടെ സ്റ്റുഡിയോയിലൊരു ചെറിയൊരു അക്വേറിയം ഉണ്ട്, ഒരു 1 ഫീറ്റ് ക്യൂബിൻ്റെ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യേണ്ട ഡേ ആണെന്ന്. കാരണം അത് കുറച്ച് ദിവസമായി ഞാൻ അതങ്ങനെ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയി. അപ്പോൾ ഇന്ന് അത് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അക്വേറിയം ഗ്ലാസ് സ്ക്രൈപ്പർ വെച്ചിട്ടാട്ടോ ഞാൻ ഫസ്റ്റ് അത് ഗ്ലാസ് എല്ലാം ക്ലീൻ ചെയ്തത്. അത് ബ്ലേഡ് ഇട്ടിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ബ്ലേഡ് യൂസ് ചെയ്യരുത്. എപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത് പുതിയ ബ്ലേഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചെറിയ ബ്ലേഡിന് ചെറിയ വളവും അത് എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഗ്ലാസ്സിന് സ്ക്രാച്ച് ആവും. അപ്പം അത് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ അത് ഗ്ലാസ് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഫുള്ള് ഒന്ന് അതിൻ്റെ 4 കോർണേഴ്സും പിന്നെ കൈ എത്താത്ത സ്ഥലങ്ങളും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു നന്നായിട്ട്. അതേപോലെ റോക്സും ഒക്കെ നന്നായിട്ടൊന്ന് ബ്രഷും കൊണ്ട് തന്നെ നന്നായിട്ട് തറവായിട്ടൊന്ന് ക്ലീൻ ചെയ്തു. അതിനുശേഷം കുറച്ച് വെള്ളം ഞാൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു. പിന്നെ നമ്മുടെ ഫിൽറ്റർ സ്പോഞ്ചില്ലേ, അതിൻ്റെ നല്ലൊരു പീസ് എടുത്തിട്ട് അതിനുള്ളിൽ മണൽത്തരികളും അങ്ങനെയൊന്നും വരരുത്. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതും കൊണ്ടൊന്ന് ഗ്ലാസ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തു കേട്ടോ മൊത്തത്തിൽ. ഓക്കെ. പിന്നെ എല്ലാ റോക്സിലും ആൽഗയൊക്കെ ഉണ്ട്. ഓക്കെ ഉണ്ടോ? ഈ റോക്ക് കണ്ടോ, ഞാൻ ആ സൈഡിൽ നിന്ന് എടുത്തതാണ്. നമുക്ക് എല്ലാ റോക്സും ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം അതൊരു ഹാർഡ്സ്കേപ്പിനെ അത് ഡിസ്റ്റർബ് ആവും. അപ്പോൾ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന റോക്സിൽ ഇതുപോലെ കണ്ടോ അത്രയും കട്ടിയായിട്ട് ആൽഗയുണ്ട്. ഇതൊരു ഒരു തരം ഗ്രീൻ ആൽഗയാണ്, ഭയങ്കര ഹാർഡാണ് അത് എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് അക്വേറിയത്തിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ നല്ല ബ്രഷ് കൊണ്ട് നന്നായി തറവായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അങ്ങനെ ഞാനത് ക്ലീൻ ചെയ്തിട്ടോ, നന്നായിട്ട് ക്ലീൻ ചെയ്തു. കണ്ടോ ഇതിനകത്ത് ഇപ്പോൾ ഇല്ല, അതെല്ലാം ഫുൾ പോയി. കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡും കൂടെ ഒഴിച്ചിട്ടാണ് ക്ലീൻ ചെയ്തത്. ഹൈഡ്രജൻ പെറോക്സൈഡ് പ്ലസ് വാട്ടറും കൂടെ മിക്സ് ആക്കിയിട്ട് നല്ലോണം ബ്രഷ് കൊണ്ട് ബ്രഷ് ചെയ്ത് കളയുകയും ചെയ്തത്. ഓക്കെ. അപ്പോൾ എന്നിട്ട് ഞാൻ പിന്നെ അത് സേഫായിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചു. പിന്നെ എൻ്റെ കൈ കൊണ്ട് എടുത്ത് കളയാൻ പറ്റുന്നത്ര ആൽഗയെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും പറയും ആൽഗ ഉണ്ടായാലൊരു ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ പറയും. പക്ഷേ ശരിയാണ്, ആൽഗ ഒരുപാടായി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. ആൽഗ ഈ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. കാരണം ആൽഗയെ ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ അത് ചെടികൾക്കൊക്കെ ദോഷമാണ്. സോ ആൽഗെ ഫുള്ളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താം. ഇത് കണ്ടോ, ഞാനിപ്പോൾ എടുത്തത് ഇതിൻ്റെ ലൈറ്റാണ്, അക്വേറിയത്തിൻ്റെ ലൈറ്റിൻ്റെ ഹോൾഡറാണ്. ഗ്ലാസ്സിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ഹോൾഡറാണ്. ആ ഹോൾഡറിൻ്റെ ഇടയിൽ കണ്ടോ ഗ്രീൻ ആൽഗെ വന്നേക്കുന്നുണ്ട്. അത് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കിടക്കുന്ന ഭാഗമായതുകൊണ്ട് ഫുൾ ഗ്രീൻ ആൽഗയാണ്. അത് നോർമലി നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്തൊന്നും അത് ക്ലീൻ ചെയ്യില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കും. എന്നിട്ട് പിന്നെ അത് വാട്ടർ ഫില്ല് ചെയ്യും, ഡ്രെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുള്ളൂ. ഓക്കെ. ഇപ്പം ഇന്ന് ഞാനത് എടുത്ത് ക്ലീൻ ചെയ്തതാണ്. അങ്ങനെ നിങ്ങളും അത് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് വീണ്ടും അതിങ്ങനെ സ്പ്രെഡ് ആവും. പിന്നെ കൈ കൊണ്ട് എടുത്ത് കളയാൻ പറ്റുന്ന മാക്സിമം നമ്മൾ പരമാവധി ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻലെറ്റ് ട്യൂബും ഔട്ട്ലെറ്റ് ട്യൂബും ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫിൽറ്ററിൻ്റെ. കാരണം അതിനകത്തൊക്കെ ഈ ഒരു ആൽഗെ ഉണ്ട്, അവിടെ നിന്നൊക്കെ അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്ത പ്ലാന്റ്സ് അധികവും ഫേൺസും പിന്നെ പേൾ വീഡ്, അതേപോലെ കുറച്ച് കാർപ്പറ്റ് പ്ലാന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രോത്ത് ഭയങ്കര കുറവാണ്, കാരണം CO2 ഞാൻ അധികം ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. ലിക്വിഡ് CO2 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ. അല്ലാണ്ട് CO2 ഇഞ്ചെക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഫിഷസ് ആണെങ്കിലും ഒരു 5-6 കാർഡിനൽ ടെട്രയും പിന്നെ കുറച്ചധികം ഷ്രിംസ് ഉണ്ട്. കുറച്ച് ഷ്രിംസ് ഇട്ടതാണ്, പക്ഷേ അതിനകത്തുനിന്ന് ഒരുപാട് ബ്രീഡായി. അങ്ങനെ ഒരുപാട് ഷ്രിംസും അതിനകത്തുണ്ട്. ഓക്കെ. അങ്ങനെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞാൽ മതി. ഒരു പകുതിയിൽ കുറച്ചും കൂടെ കൂടുതൽ വെള്ളം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഫുൾ വെള്ളം ഒരിക്കലും കളയരുത്. ഫുൾ വെള്ളം കളഞ്ഞ് കഴിഞ്ഞാൽ മീനൊക്കെ ചത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു സേഫായിട്ടെന്ന് പറയുന്നത് ഒരു 40% അല്ലെങ്കിൽ 50%, അതിൽ കൂടുതൽ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയരുത്. വെള്ളം റീഫില്ല് ചെയ്യുന്നതിന് മുന്നേ ഗ്ലാസ് ഞാൻ ഒന്നും കൂടെ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു മൈക്രോഫൈബർ ക്ലോത്ത് കൊണ്ട് ഞാനൊന്ന് ഗ്ലാസ് തുടച്ചിട്ടുണ്ട്. കാരണം ആ വെള്ളം ഇല്ലാത്ത ഭാഗത്ത് ഗ്ലാസ് എല്ലാം തുടച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ വാട്ടർ റീഫില്ല് ചെയ്തു. ബക്കറ്റിൽ എടുത്തിട്ട് കപ്പ് കൊണ്ട് സാവധാനം ഒഴിച്ച് അത് ഫില്ല് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ ഏകദേശം
കഴിഞ്ഞു. പിന്നെ ഇപ്പം അത്യാവശ്യം ആൽഗെ കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്, കുറേ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് ഒരു വാട്ടർ ചേഞ്ച് നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. ഒരു മന്ത്ലി ഒരു ടോയ്സ് എങ്കിലും വാട്ടർ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ലൈറ്റ് ഈ പറയുന്ന പോലെ 5 to 6 hours മാത്രം ലൈറ്റ് കൊടുക്കുക. പിന്നെ എല്ലാ വാട്ടർ ചേഞ്ചിന് ശേഷവും സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ ലിക്വിഡ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ ക്ലീനിങ് ഡേ. ഓക്കെ, അപ്പോൾ ശരി, ടാറ്റാ, താങ്ക് യു.